ഞങ്ങൾ അയർലൻഡിൽ താമസിക്കുന്നത്. ഞങ്ങൾക്ക് എൻ്റെ ഒപ്പം ഉള്ളൊരു ചേച്ചിയാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് കൃപാസനത്തെക്കുറിച്ച്. അപ്പോൾ ഞങ്ങൾ അയർലൻഡിലേക്ക് പോണേക്ക് മുന്നേ ഞാനിവിടെ വന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ലൈറ്റ് ആൻഡ് പ്രയറൊക്കെ വെച്ച് പ്രാർത്ഥിക്കാറുണ്ട് എല്ലാ ദിവസവും. ഞങ്ങളവിടെ ചെന്നിട്ട് എനിക്കൊരു 3 മാസമായപ്പോഴത്തേക്കും തൽക്കാലം ഒരു ജോലി കിട്ടി. പക്ഷേ എപ്പോഴും ഞാനൊരു നല്ലൊരു ജോലിക്ക് വേണ്ടി, പെർമനൻറ്റ് ജോലിക്ക് വേണ്ടി അന്വേഷിക്കുകയായിരുന്നു. ആ സമയത്താണ് എൻ്റെ വൈഫ് കൺസീവ് ആവുന്നത്. അപ്പോൾ ജോലി കൂടാണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, കാരണം വൈഫിന് ലീവ് എടുക്കേണ്ട സാഹചര്യം വരുന്നുണ്ടായി. അപ്പോഴാണ് ഞാൻ അച്ഛൻ്റെ ധ്യാനങ്ങളെല്ലാം കാണുമെങ്കിലും കൊന്തയിൽ കൂടാറുണ്ടായിരുന്നു, ധ്യാനങ്ങൾ സാക്ഷ്യങ്ങൾ കാണാറുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഉടമ്പടി എടുക്കാനായിട്ടൊരു സാഹചര്യത്തിലേക്ക് പോയില്ലായിരുന്നു. പിന്നീട് ജോലിയിൽ അത്യാവശ്യം വേണമെന്നൊരു ഇത് വന്നിരുന്നപ്പോൾ ആദ്യം മാതാവിൻ്റെ മുഖമാണ് മനസ്സിലേക്ക് വന്നത്. അപ്പോൾ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്ത് ഞാൻ 2021 ജൂലൈയിലാണ് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ പറയായിരുന്നു, എനിക്ക് ജോലിയൊന്നും ആയിട്ടില്ലല്ലോ, ഉടമ്പടി എടുത്തല്ലോ എന്നൊക്കെ ആലോചിക്കും. അപ്പോൾ പിന്നെ എൻ്റെ വൈഫ് പറയായിരുന്നു, മാതാവിനെ ഏൽപ്പിച്ചില്ലേ, പിന്നെ എന്തിനാ ടെൻഷൻ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഓഗസ്റ്റ് 30-നുള്ളിൽ എനിക്കൊരു ഉത്തരം തരണേ മാതാവേ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ റാൻഡംലി ഞാനിങ്ങനെ അയക്കും, റെസ്യൂമൊക്കെ അയക്കുമെങ്കിലും ഒരു റിപ്ലൈ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് ശേഷം എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ വന്നു. ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. അവിടെ ചെന്നപ്പോൾ എന്താ സംസാരിക്കണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല, കാരണം പലപ്പോഴും എനിക്ക് സംസാരിക്കണം മനസ്സിലാവാറില്ല. പക്ഷേ മാതാവിൻ്റെ കൃപ കൊണ്ട് എനിക്ക് ആ ജോലി കിട്ടി. ഞാൻ ആ ജോലിയിലേക്ക് പെർമനൻ്റായിട്ട് പ്രവേശിച്ചു. അങ്ങനെ ഇടയ്ക്കൊക്കെ നമുക്ക് കൺഫ്യൂഷൻസ് വരുമെങ്കിലും എല്ലാ ദിവസവും ഞാൻ ജോലിക്ക് പ്രവേശിക്കുന്നതിനേക്കാൾ മുന്നേ പ്രതീക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണം ചൊല്ലിയതിന് ശേഷം മാത്രമേ ജോലിയിലേക്ക് പ്രവേശിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ മാതാവിൻ്റെ സംരക്ഷണം ജോലിയിലായിരിക്കുന്ന സമയത്ത് എപ്പോഴും ഉണ്ടാവാറുണ്ട്. പിന്നീട് ഉള്ളൊരു വേറെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, എനിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നില്ല. ഒരു ഒട്ടുമിക്ക ജോലികൾക്കവിടെ ലൈസൻസിന് ആവശ്യമുണ്ടായിരുന്നു. അപ്പം വേറെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ട് ഞാൻ ലൈസൻസിന് അപ്ലൈ ചെയ്തായിരുന്നു. അപ്പം എല്ലാവരും പറഞ്ഞു എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് കുറവാണ്, ഞാൻ ശരിയായിട്ടല്ല ചെയ്യണേന്ന് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്തും പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ചെയ്യാൻ പറ്റില്ലേ, ഇതിന് ഒരുപാട് പൈസ ചിലവൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അപ്പം മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഇത് സാക്ഷ്യം പറയാൻ ഇടയാക്കണമേ, എനിക്ക് ആദ്യത്തെ പ്രാവശ്യം തന്നെ എനിക്കിത് കിട്ടണം, ആദ്യത്തെ പ്രാവശ്യം കിട്ടണം, പിന്നീട് നീണ്ടു പോകരുത് എന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ ഭയങ്കര ടെൻഷനായിട്ട് പോയി. അപ്പോൾ ഞാൻ കൃപാസന പത്രം കൊണ്ടാണ് ഞാൻ ടെസ്റ്റിന് പോണത്. അതുപോലെ തന്നെ ഉടമ്പടി തൈലം എൻ്റെ സുഹൃത്ത് മുഖേന എനിക്ക് ആ വണ്ടിയുടെ താക്കോലിലെല്ലാം പുരട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ധൈര്യമായിട്ട് പോയി. അപ്പം ഞാൻ ടെസ്റ്റ് ഇറങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ വൈഫ് എന്നെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ചോദിച്ചു, എന്താ ഇങ്ങനെ മെസ്സേജും കാരണം എന്ന് വെച്ചപ്പോൾ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ സ്വപ്നത്തിൽ കണ്ടു, ഞാൻ ഇങ്ങനെ അച്ഛൻ്റെ ധ്യാനം കൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ കണ്ടു, മാതാവ് എൻ്റെ അടുത്തിരുന്ന് എൻ്റെ മാതാവായിരുന്നു എനിക്ക് എല്ലാം പറഞ്ഞു തന്നുകൊണ്ടിരുന്നുള്ളത് ഇങ്ങനെ പറഞ്ഞു തന്നു. അപ്പോൾ ഞാനത് പാസ്സായി എക്സാം ടെസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെയാണ് എൻ്റെ അടുത്ത് പറയണത്, ഇങ്ങനെ ഞാൻ കണ്ടു എന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് അയച്ച് എൻ്റെ അടുത്ത് കൺഗ്രാജുലേഷൻസ് പറയണത്. അപ്പം മാതാവിൻ്റെ വലിയ അനുഭവമായിരുന്നു എൻ്റെ പ്രാർത്ഥന കേട്ട് മാതാവിന് വലിയ അനുഭവമായിരുന്നു തന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വാഹനമൊന്നും പുറത്തോട്ട് പോകാനായിട്ട് വാഹനങ്ങളൊന്നും ഉണ്ട്. അപ്പോൾ വാഹനം മേടിക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ഞാനത് മാതാവിൻ്റെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മുറിയിൽ, അപ്പോൾ ഞങ്ങളത് പേപ്പറിൽ എഴുതി മാതാവിൻ്റെ അടുക്ക കൊണ്ടുപോയി സമർപ്പിച്ച് പ്രാർത്ഥനയുടെ സമയത്ത് എല്ലായ്പ്പോഴും ഓർക്കും. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ മാതാവ് ഞങ്ങൾക്കത് സാധിച്ചു തന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് പെർമിറ്റ് റിന്യൂ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു പ്രതിസന്ധി ഉണ്ടായി. പക്ഷെ അതൊക്കെ മാതാവ് തരണം ചെയ്ത് തന്ന് മാതാവ് എല്ലാം കറക്റ്റാക്കി തന്നു. ഞാൻ കുറച്ച് നേരത്തെ സാക്ഷ്യം പറയാൻ വരാമെന്ന് മാതാവിനോട് പറഞ്ഞതായിരുന്നു. ഞാൻ മാതാവിൻ്റെ മുമ്പിൽ ക്ഷമ ചോദിക്കുകയാണ് വൈകിപ്പോയതിന്. എൻ്റെ പേര് എലിസബത്ത്. ഞാൻ അയർലൻഡിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. എനിക്ക് കിട്ടിയേക്കുന്ന അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിന് 7 മാസം ഉള്ളപ്പോൾ അവൾ കട്ടിലിൽ നിന്ന് നിലത്ത് ചാടി. ഞങ്ങളാരും അറിഞ്ഞില്ല, ഞങ്ങൾ ഉറക്കത്തിലായിരുന്നു. ഞങ്ങൾ യാത്ര കഴിഞ്ഞ് വന്നിട്ട് കിടക്കുന്ന സമയത്തായിരുന്നു. ഞാൻ നോക്കുമ്പോൾ അവൾ കട്ടിലിന് താഴെ മലനടിച്ച് കിടക്കുകയാണ്, കരച്ചിലും ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ ദിവസവും അവൾക്ക് ഉടമ്പടി തൈലം അവളുടെ നെറ്റിയിൽ പരട്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, രാവിലെയും വൈകിട്ടും. ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. അവൾ നിലത്ത് വീണിട്ടും ഒരു പോറൽ പോലും, ഒരു കുഞ്ഞു പോറൽ പോലും അവൾക്ക് വന്നിട്ടില്ല. വേറെ അവൾക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ വല്ലാണ്ട് പേടിച്ചായിരുന്നു ഇരുന്നത്. അവൾക്ക് എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു ചെറിയ പോറൽ പോലും ഉണ്ടാവുമെന്ന് ഞാൻ പേടിച്ചു പോയി. പക്ഷെ ഒന്നും ഉണ്ടായില്ല.
പിന്നെ അവൾ കുറച്ച് നേരത്തേക്കേ കരഞ്ഞുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവൾ പിന്നെ ഹാപ്പി ആയിരുന്നു. അവൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെയുള്ള എൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന്. എനിക്ക് ഭയങ്കര ഞാൻ തിയേറ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നതിനേക്കാൾ മുന്നേ ഞാൻ വർക്ക് ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും പേടി, ഭയങ്കര പേടി. എന്ത് പ്രൊസീജിയർ ചെയ്യാനാണെങ്കിലും സർജൻസിനെ അസിസ്റ്റ് ചെയ്യാനാണെങ്കിലും ഭയങ്കര പേടിയായിരുന്നു. കൈയൊക്കെ വിറയ്ക്കുമായിരുന്നു. നമ്മൾ ചെറിയൊരു പ്രൊസീജിയറാണ് ചെയ്യുന്നതെങ്കിൽ കൂടി ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ച് ദൈവമേ തെറ്റല്ലേ എന്ന് പ്രാർത്ഥിച്ച് ആരുടെ കയ്യിൽ നിന്നും ചീത്തയൊന്നും കിട്ടല്ലേ, ഞാൻ മണ്ടത്തരങ്ങളൊന്നും കാണിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചായിരിക്കും എപ്പോഴും കയറി. എന്നാലും ഞാൻ മണ്ടത്തരം കാണിക്കും. അങ്ങനെയായിരുന്നു ഞാൻ. പക്ഷേ ഞാൻ കൺസീവ് ആയിരിക്കുന്ന സമയത്താണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. അതിന് മുന്നേ ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു, സാക്ഷ്യങ്ങൾ ഞാൻ അയച്ചു കൊടുക്കുമായിരുന്നു. ഒരുപാട് സാക്ഷ്യങ്ങൾ എന്നെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സാക്ഷ്യങ്ങൾ കേട്ടിട്ടാണ് പിന്നെയും ഞാൻ ഉടമ്പടി എന്താണെന്ന് അറിയുന്നതും പിന്നെ ധ്യാനങ്ങൾ കേട്ടിട്ടാണ് ഉടമ്പടിയുടെ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത്. പിന്നെ കൺസീവ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് തിരിച്ച് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ തിരിച്ച് മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞിട്ട് തിരിച്ച് കയറുന്ന ദിവസം ഞാൻ മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചായിരുന്നു. മാതാവേ, ലീവൊന്നും ഇല്ലാതെ ഞാൻ ഡ്യൂട്ടിക്ക് കയറിയിരുന്ന സമയത്തും എൻ്റെ അടുത്ത് നിന്ന് മണ്ടത്തരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് തിരിച്ച് ഞാൻ വീണ്ടും ജോലിക്ക് കയറുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് കൈവിട്ട് പോകും, എവിടെയെങ്കിലുമൊക്കെ എനിക്ക് പഴയ്ക്കും, എന്തെങ്കിലുമൊക്കെ ഞാൻ മറന്നു പോകും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷേ എന്നെ കാത്തോളണം, എൻ്റെ കൈ പിടിക്കണം, എൻ്റെ കൈകളിലൂടെ നീ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ കയറിയത്. പക്ഷേ കയറിയിട്ട് എനിക്ക് പോലും അറിയത്തില്ല, ഞാൻ ഭംഗിയായിട്ട് തന്നെ എൻ്റെ ജോലി എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആരെയും പേടിക്കാതെ, മണ്ടത്തരങ്ങളൊന്നും കാണിക്കാതെ. പൊതുവേ എനിക്ക് ഇംഗ്ലീഷ് പറയാനും ഇങ്ങോട്ട് കേട്ടാലൊന്നും മനസ്സിലാവില്ല. പക്ഷേ മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് ഓൺലൈൻ ഉടമ്പടിയൊക്കെ എടുത്തു കഴിഞ്ഞ് ആ സമയത്ത് ഞാൻ ചെല്ലുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർക്കും മനസ്സിലാവുന്നുണ്ട്. അത് എനിക്ക് ശരിക്കും വലിയൊരു അത്ഭുതമായിട്ട് തോന്നണേ. കാരണം അവരെന്നോട് എന്തെങ്കിലും സംസാരിച്ചാൽ ഞാൻ വീണ്ടും പറയുമോ എന്ന് അവരോട് കുറേ നേരം ഇങ്ങനെ പറഞ്ഞിട്ടാണ് അവരെന്നോട് തിരിച്ചെന്തെങ്കിലും പറയുള്ളൂ. കാരണം എനിക്ക് മനസ്സിലാവില്ല. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ചെന്ന് കഴിഞ്ഞിട്ട് അവർ പറയണേ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, പേടി കൂടാണ്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഭയങ്കര കൂളായിരുന്നു എല്ലാ പ്രൊസീജിയർ ചെയ്യാനും. എത്ര വഴക്കിടുന്ന സർജൻസ് ആണെങ്കിലും എത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള സർജൻസ് ആണെങ്കിലും അവരുടെ ഒപ്പം കയറാൻ എനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു. കാരണം എൻ്റെ കഴുത്തിൽ എപ്പോഴും ഒരു കാശുരൂപം ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് ഏത് പ്രൊസീജിയറിന് കയറിനേക്കാളും മുന്നേ കയറുന്നത്. അത് എനിക്ക് വലിയൊരു അനുഭവമാണ്. എൻ്റെ പേടി മാറ്റി തന്നു. കാരണം അങ്ങനെ ഒരു പ്രൊഫഷനിൽ അങ്ങനെ ഒരു പേടി വേണ്ട. പക്ഷെ ഞാൻ എപ്പോഴും അങ്ങനെ ഒരു പേടിച്ചാണ് എപ്പോഴും എല്ലാം ചെയ്യുന്നത്. പക്ഷേ ഇപ്പം എനിക്ക് ആ പേടിയില്ല. കാരണം ഞാനല്ല അതൊന്നും ചെയ്യുന്നതെന്ന് എനിക്കറിയാം. മാതാവാണ് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്നത്. എൻ്റെ കൈകളിലൂടെ, എൻ്റെ കണ്ണായിട്ടും എൻ്റെ ചെവിയായിട്ടും എൻ്റെ നാക്കായിട്ടും എൻ്റെ കൈകളായിട്ടും എല്ലാം പ്രവർത്തിക്കുന്നത് മാതാവാണെന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഞങ്ങൾക്ക് പത്രം കൊണ്ടുപോകും. ഇംഗ്ലീഷ് പത്രമാണ് കൊണ്ടുപോകുന്നത്. ഞങ്ങൾ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ഉള്ളവർക്ക് വിതരണം ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി.